എല്ലാവർക്കും നമസ്തേ. സന്ദീപനി പാഠശാലയിലേക്ക് ഏവരെയും സസ്നേഹം സ്വാഗതം ചെയ്യുന്നു. അമൃതഭാരതി വിദ്യാപീഠം നടത്തുന്ന ദ്വിതീയ വർഷ പരീക്ഷയാണ് സന്ദീപനി. സന്ദീപനി പരീക്ഷാർത്ഥികൾക്ക് വേണ്ടി നടത്തുന്ന ഈ അഭിമുഖത്തിൽ ഇന്നത്തെ നമ്മുടെ വിഷയം കേരളീയ നവോത്ഥാനവും ഭാരതീയ സംസ്കാരവും എന്നുള്ളതാണ്. ഈ വിഷയത്തിൽ ഇന്ന് നമ്മളോട് സംവദിക്കുന്നത് ശ്രീ സതീഷ് അവർകളാണ്. അമൃതഭാരതി വിദ്യാപീഠത്തിന്റെ ഉപാധ്യക്ഷനാണ് അദ്ദേഹം. കേരള GST ഡിപ്പാർട്ട്മെന്റിൽ നിന്നും വിരമിച്ച അദ്ദേഹം വളരെ കാലമായി സംഘടനാ പ്രവർത്തനത്തിൽ നമ്മളോടൊപ്പം ഉണ്ട്. സതീശേട്ടനെ ഈ വേദിയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. നമസ്തേ. നമ്മൾ അഭിമുഖത്തിലേക്ക് കടക്കുകയാണ്. പരീക്ഷാർത്ഥികൾക്ക് വേണ്ടി ഭാരതീയ സംസ്കാരവും കേരളവുമായി എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് വിശദീകരിക്കാമോ? കേരളീയ സംസ്കാരം ഭാരതീയ സംസ്കാരത്തിന്റെ അവിഭാജ്യ ഘടകം തന്നെയാണ്. പ്രാദേശികമായിട്ട് പല കാരണങ്ങളാലും ചില വകഭേദങ്ങളുണ്ടെങ്കിൽ പോലും ഭാരതീയ സംസ്കാരം ഒന്ന് തന്നെയാണ്. പ്രാദേശികമായിട്ട് ചില സാഹചര്യങ്ങൾ കൊണ്ട് വേഷവിധാനത്തില് അല്ലെങ്കിൽ ഭാഷയില് പല വ്യത്യാസങ്ങളും ഉണ്ടാവും, വൈജാത്യങ്ങളുണ്ട്. പക്ഷെ പൊതുവായിട്ട് ആ സംസ്കാരത്തിന്റെ അന്തർധാര ഒന്നാണ്. സംസ്കാരം എന്ന് പറയുന്ന സമയത്ത് ഒരു ആന്തരികമായിട്ടുള്ള ഇതാണ്. ആന്തരികമായിട്ടുള്ള ദർശനത്തിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്കാരം ഉണ്ടാകുന്നത്. അത് ആ പരിണമിച്ചാണ് സംസ്കാരം ഉണ്ടാകുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഒരു ആന്തരികമായിട്ടുള്ള ഭാവമാണ് സംസ്കാരത്തിൽ ഉള്ളത്. അപ്പൊ തീർച്ചയായിട്ടും ഈ കേരളീയ സംസ്കാരം ഭാരതീയ സംസ്കാരത്തിന്റെ അവിഭാജ്യ ഘടകമാണ്. നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങളിലൂടെ അത് വ്യക്തമാക്കാൻ സാധിക്കും. കേരളീയ സംസ്കാരത്തിന്റെ പൊതുവായിട്ടുള്ള മാനബിന്ദുക്കളെല്ലാം പരിശോധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഭാരതീയ സംസ്കാരവുമായിട്ട് ഇഴുകിച്ചേർന്ന് തന്നെയാണ് അത് പോകുന്നത്. ഭാരതത്തിന്റെ പൊതു സംസ്കാരത്തിന് കേരളത്തിന്റേതായിട്ടുള്ള ഒരുപാട് സംഭാവനകളും നമുക്ക് കാണാൻ സാധിക്കും. കേരള ചരിത്രത്തിൽ ഉടനീളം നമുക്ക് കാണാൻ സാധിക്കും. സംസ്കൃത സാഹിത്യത്തില് പ്രത്യേകിച്ച് വ്യാകരണം, അതുപോലെ ന്യായദർശനം, ഇതേപോലുള്ള കാര്യങ്ങളിൽ, അതുപോലെ ആയുർവേദം, ഇതേപോലുള്ള കാര്യങ്ങളിൽ വളരെ എണ്ണപ്പെട്ട സംഭാവനകൾ കേരളീയര് നൽകിയിട്ടുണ്ട്. അപ്പൊ ഇതേപോലുള്ള എല്ലാ ശാഖകളിലും, ശാസ്ത്രശാഖകളിലും വൈജ്ഞാനിക രംഗത്തും കേരളം ഭാരതീയ സംസ്കാരത്തിന്റെ അവിഭാജ്യ ഘടകമായിട്ട്, അതുപോലെ പഴയ കാലത്തൊട്ടുള്ള സാഹിത്യ രൂപങ്ങളെല്ലാം എടുത്തു കഴിഞ്ഞാൽ ഭാരതീയ സംസ്കാരത്തില് നമ്മുടെ ഏറ്റവും വിഖ്യാതമായിട്ടുള്ള രണ്ട് ഇതിഹാസങ്ങൾ തന്നെയാണ് രാമായണവും മഹാഭാരതവും. ആ രാമായണത്തെ ആസ്പദമാക്കിക്കൊണ്ടാണ് കേരളത്തിലും സാഹിത്യ കൃതികൾ രൂപപ്പെട്ടിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ഏത് രംഗത്ത് നോക്കിയാലും, അതുപോലെ തന്നെ കേരളത്തിലെ ആ സാഹിത്യകാരന്മാരുടെയും കലാകാരന്മാരുടെയും ആ സൃഷ്ടിക്കുള്ള പ്രചോദനം തന്നെ മൊത്തത്തിലുള്ള ആ ഭാരതീയ സംസ്കാരത്തിന്റെ മൂല്യങ്ങൾ തന്നെയാണ്. അത് നമുക്ക് എല്ലാ കാലത്തും കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനവും ആരംഭിക്കുന്നത്. നവോത്ഥാന പ്രസ്ഥാനത്തിലും കേരളീയ നവോത്ഥാനത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ളവര് എല്ലാവരും ഭാരതീയ സംസ്കാരത്തിൽ നിന്ന് തന്നെ പ്രചോദനം ഉൾക്കൊണ്ട് ജീവിച്ചവരാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഏതർത്ഥത്തിൽ നോക്കിയാലും നമ്മള് ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും, എല്ലാ മണ്ഡലങ്ങളിലും കേരളം ഭാരതീയ സംസ്കാരത്തിന് ഒരു മുതൽക്കൂട്ടായി ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞു ആയുർവേദ രംഗത്ത്. കേരളത്തെ സംബന്ധിച്ച് കേരളം ആയുർവേദത്തിന്റെ ഒരു വലിയ കേന്ദ്രമായിട്ട് പൊതുവെ അറിയപ്പെടുന്നുണ്ട്. കേരളത്തില് വളരെയധികം നല്ല വൈദ്യ പാരമ്പര്യം പണ്ടുകാലം തൊട്ടേ ഉണ്ടായിരുന്നു. അതുപോലെ സംസ്കൃത സാഹിത്യത്തിലാണെങ്കിൽ പോലും ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരുപാട് ഗുരുകുലങ്ങൾ അല്ലെങ്കിൽ പാഠശാലകൾ കേരളത്തിൽ ഉണ്ടായിരുന്നു. കൊടുങ്ങല്ലൂര് ഗുരുകുലം, അതുപോലെ പട്ടാമ്പിയിലെ പുന്നശ്ശേരി ഗുരുകുലം, അതുപോലെ ചില പ്രദേശങ്ങൾ, അതേപോലുള്ള എല്ലായിടത്തും ഈ സംസ്കൃത
പഠന പാരമ്പര്യം ശക്തമായിട്ട് നിലനിന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഏത് രംഗത്തെടുത്താലും നമുക്ക് ഈ ഭാരതീയ സംസ്കാരത്തിന്റെ അവിഭാജ്യ ഘടകമായിട്ട്, അതുപോലെ ഈ സംസ്കാരത്തിന്റെ അന്തർധാര എന്ന് പറയുന്ന സമയത്ത് തീർച്ചയായിട്ടും ആ ഒരു സംസ്കാരത്തിന്റെ പൊതുവായിട്ടുള്ള ചില വിശേഷങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. നമ്മള് ഒരുപാട് വൈജാത്യങ്ങൾ ഉണ്ടെങ്കിലും പൊതുവായിട്ട് ഒരു ദർശനം, ഞാൻ നേരത്തെ പറഞ്ഞു, ദർശനത്തിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്കാരം ഉണ്ടാവുന്നത്. അപ്പൊ സംസ്കാരത്തിന്റെ അടിത്തറ ഒരു ജീവിത ദർശനമാണ്. ആ ജീവിത ദർശനം പൊതുവായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ആ മൂല്യങ്ങൾ ഇതെല്ലാം ഭാരതത്തിന്റെ എല്ലായിടത്തും ഏതാണ്ട് ഒരുപോലെയാണ്, കേരളത്തിലും അതുപോലെ തന്നെയാണ്. ഭാരതീയ ദർശനങ്ങളെ കുറിച്ച് സതീശേട്ടൻ പറയുകയുണ്ടായല്ലോ. അപ്പൊ ഭാരതീയ ദർശനങ്ങളെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു വിദ്യാകേന്ദ്രം കൊടുങ്ങല്ലൂർ ഉണ്ടായിരുന്നു എന്നും സതീശേട്ടൻ പറയുകയുണ്ടായി. അപ്പോൾ ആ സമയത്ത് കൊടുങ്ങല്ലൂർ പോലുള്ള വിദ്യാകേന്ദ്രങ്ങൾ, ഗുരുകുലങ്ങൾ ഇവിടെ പ്രവർത്തിച്ച സമയത്തും ഭാരതീയ ദർശനങ്ങളെ അടിസ്ഥാനമാക്കി കൊടുങ്ങല്ലൂർ വിദ്യാകേന്ദ്രം മുതലായുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്ന സമയത്തും എന്തുകൊണ്ടാണ് കേരളം ജാതിഭ്രാന്തിന്റെ ഇടയിൽ പെട്ടുപോയത് എന്ന് ഒന്ന് വിശദീകരിക്കാമോ? കേരളത്തില് ഒരുപാട് വിദ്യാകേന്ദ്രങ്ങളും സാംസ്കാരിക നവോത്ഥാന നായകന്മാരും എല്ലാം ഉണ്ടായിട്ടും 18ാം നൂറ്റാണ്ടോടുകൂടി കേരളം ജാതിഭ്രാന്തിന്റെ ചെളിക്കൂടിയിലേക്ക് വീഴുകയുണ്ടായി. അതിന് പല കാരണങ്ങളുണ്ടാവും. അതില് നമുക്ക് പറയാവുന്നത് ഏറ്റവും പ്രധാനമായിട്ട് കുറെ ആളുകളുടെ സ്ഥാപിത താല്പര്യമാണ്. പിന്നെ പ്രത്യേകിച്ച് ബ്രിട്ടീഷ് സ്വാധീനത്തില് ബ്രിട്ടീഷുകാരുടെ ഒരു തന്ത്രമുണ്ട്. ഭാരതത്തിലുടനീളം അവർ ആധിപത്യം സ്ഥാപിച്ചത്. കേരളത്തിൽ പ്രത്യേകിച്ച് മലബാറിലായിരുന്നു ബ്രിട്ടീഷുകാരുടെ ആധിപത്യം ഉണ്ടായിരുന്നത്. തിരുവിതാംകൂർ ഭാഗത്ത് അവരുടെ ആധിപത്യം അത്ര ശക്തമായിരുന്നില്ല. പക്ഷെ എങ്കിൽ പോലും കേരളത്തിലും അവരുടെ സ്വാധീന മുദ്രകൾ പതിഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ മിഷണറിമാരുടെ സ്വാധീനത്തിൽ കൂടി ഇതെല്ലാം നല്ല ശക്തമായിട്ട് ഈ ഭിന്നിപ്പിച്ച് ഭരിക്കുന്ന തന്ത്രം, അതായത് നമ്മുടെ സാമാന്യ ജനത്തെ എന്തെല്ലാം വൈജാത്യങ്ങളുടെ പേരിൽ ഭിന്നിപ്പിക്കാമോ അതിൽ ഒരുപാട് തന്ത്രങ്ങൾ ആവിഷ്കരിച്ച് ജാതീയമായിട്ടുള്ള കുറെ തീരുകൾ ഉണ്ടാക്കി അതിൽ കുറെ അവരുടെ താല്പര്യത്തിന് കൂട്ടുനിൽക്കുന്ന ആളുകളുടെ സ്വാധീനത്തിൽ കുറെ മാറ്റം വരുത്തി. അങ്ങനെയൊക്കെ സ്ഥാപിത താല്പര്യങ്ങൾ തീർച്ചയായിട്ടും ബ്രിട്ടീഷുകാരുടെ പ്രേരണ മൂലവും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ പ്രേരണ മൂലവും സ്ഥാപിത താല്പര്യങ്ങൾ മൂലവും ഈ ജാതിഭ്രാന്ത് പോലുള്ള വളരെ ശക്തമായിട്ട്, പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയിലേക്കാളും വളരെ രൂക്ഷമായിരുന്നു കേരളത്തിലെ ജാതിഭ്രാന്ത്. നമുക്ക് ചരിത്രത്തിൽ പരിശോധിക്കുന്ന സമയത്ത് കാണാം, ഡോക്ടർ പൽപ്പു അദ്ദേഹം കേരളത്തിൽ നിന്ന് ഏറ്റവും ഉന്നത വിദ്യാഭ്യാസം നേടിയ ഒരു ഈഴവ സമുദായത്തിൽപ്പെട്ട വ്യക്തിയായിരുന്നു. പക്ഷെ കേരളത്തിൽ പ്രത്യേകിച്ച് തിരുവിതാംകൂറിലെ ഡോക്ടറായിട്ട് പോലും അദ്ദേഹത്തിന് ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു താഴേക്കിടയിലുള്ള സമുദായത്തിൽപ്പെട്ട ഒരു വ്യക്തി ഉന്നത സ്ഥാനങ്ങളിൽ വരുന്നത് മറ്റുള്ള ആളുകൾക്ക് സഹിക്കും ആയിരുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം മൈസൂരിൽ പോയി പ്രാക്ടീസ് ചെയ്ത സമയത്താണ് സ്വാമി വിവേകാനന്ദൻ മൈസൂര് സന്ദർശിക്കുന്നതും അങ്ങനെ സ്വാമി വിവേകാനന്ദനുമായിട്ട് ഡോക്ടർ പൽപ്പു അഭിമുഖം നടത്തുന്നതും. ആ അഭിമുഖം നടത്തുന്ന സമയത്ത് ഡോക്ടർ പൽപ്പു കേരളത്തിലെ അവസ്ഥ കൃത്യമായിട്ട് വിവരിച്ചിരുന്നു. അതായത് തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ. കുമാരനാശാൻ അത് വ്യക്തമായിട്ട് അദ്ദേഹത്തിന്റെ ഒരു കാവ്യത്തിലൂടെ വർണ്ണിച്ചിട്ടുണ്ട്. തൊട്ടുകൂടായ്മയും തൂണ്ടിക്കൂടായ്മയും ദൃഷ്ടിയിൽപ്പെട്ടാലും ഒന്ന് കാണാൻ പാടില്ല. അപ്പൊ അങ്ങനെയുള്ള അനാചാരങ്ങൾ, അതുപോലെ ഒരു ജാതിയിൽ തൊട്ടടുത്ത ജാതിയിൽ ഇത്ര അടി അകലം നിൽക്കുമ്പോൾ അടുത്ത ജാതി അതിനേക്കാൾ കൂടുതൽ അകലം നിൽക്കും. അങ്ങനെ ഏറ്റവും താഴേക്കിടയിലുള്ള ജാതിക്കാർക്ക് അവരുടെ പരിസരത്ത് പോലും അവരുടെ ദൃഷ്ടിയിൽ പോലും കാണാനായിട്ട് അവകാശമുണ്ടായിരുന്നില്ല. അപ്പൊ അത്തരത്തിലുള്ള ഒരു ജഡിലമായിട്ടുള്ള ജാതി ഭ്രാന്തിന്റെ ഒരു ഇത് സൂചിപ്പിച്ചത് കൊണ്ടാണ് കേരളത്തെ ഭ്രാന്താലയം എന്ന്, പ്രത്യേകിച്ച് വിവേകാനന്ദൻ മലബാറിന്റെ അവസ്ഥയാണ് കൂടുതൽ പറഞ്ഞിരുന്നത്. പക്ഷെ എന്നാലും അന്നത്തെ മലബാർ എന്ന് പറയുമ്പോൾ കേരളം എല്ലാം അടങ്ങുന്ന മലബാറാണ്. അപ്പൊ കേരളത്തെ ഭ്രാന്താലയം എന്ന് സ്വാമി വിവേകാനന്ദൻ വിളിക്കാൻ കാരണം അതുമാത്രമല്ല, ഈ ജാതിഭ്രാന്തിന്റെ വേറൊരു വശമുണ്ട്. ഒരു കീഴ്ജാതിക്കാരൻ വരുന്ന സമയത്ത് അയാൾക്ക് ഒട്ടും പരിഗണന ഉണ്ടായിരുന്നില്ല. പക്ഷെ അയാള് അതേസമയം മതം മാറി വേറെ ഇസ്ലാം മതത്തിലേക്കോ ക്രിസ്ത്യൻ മതത്തിലേക്കോ മാറിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അയാളെ എല്ലാ രീതിയിലും സ്വീകരിക്കാനും പല ആൾക്കാരും തയ്യാറായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു വല്ലാത്ത
ജടിലമായിട്ടുള്ള ഒരു സങ്കീർണമായിട്ടുള്ള ഒരു ജാതി ഭ്രാന്ത്, ജാതി വ്യവസ്ഥ ആ ഒരു അക്കാലത്ത് നിന്നിരുന്നു. അപ്പൊ അതിന്റെ കാരണം ശരിക്കും പറഞ്ഞാൽ സ്വാർത്ഥ താല്പര്യം, സ്ഥാപിത താല്പര്യം, അതിന് ചാലക ശക്തിയായിട്ടുള്ളത് പ്രത്യേകിച്ച് ബ്രിട്ടീഷുകാരുടെ വിഭജിച്ച് ഭരിക്കൽ എന്നുള്ള, ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ള ഒരു തന്ത്രവും കൂടി അതിന് പ്രേരണയായിട്ടുണ്ടാവും. അങ്ങനെ പല കാരണങ്ങൾ വന്നിട്ടുണ്ടാവാം. പക്ഷെ ആ ഒരു ജാതി ഭ്രാന്തിനെതിരായിട്ട് കേരളത്തില് 19-ാം നൂറ്റാണ്ടില് ഭാരതീയ നവോത്ഥാനത്തിന്റെ ഭാഗം തന്നെയായിട്ട് ഒരു വലിയ നവോത്ഥാന മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. ആ നവോത്ഥാനം അത് കേരളത്തിലെ എല്ലാ കാലത്തും, കേരളം മാത്രമല്ല ഭാരതത്തിലെ ഉടനീളം എല്ലാ കാലത്തും ഇത്തരം അധപ്പതന ദശകൾ വരുന്ന സമയത്ത് നവോത്ഥാന മുന്നേറ്റങ്ങൾ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ കേരളത്തിലാണെങ്കിൽ ശങ്കരാചാര്യരുടെ കാലം ഒരു നവോത്ഥാന മുന്നേറ്റത്തിന്റെ കാലമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ എഴുത്തച്ഛൻ ശരിക്കും പറഞ്ഞാൽ കേരളീയ നവോത്ഥാനത്തിന്റെ ആ ഒരു നായകൻ തന്നെയാണ്. എഴുത്തച്ഛന്റെ ആ കാലഘട്ടത്തിന്റെ ആ ഒരു പല സങ്കീർണതകളും, ആ ഒരു സംസ്കാരത്തിന്റെ നാശം, അതിന്റെ പരിണതഫലമായിട്ട് എഴുത്തച്ഛന്റെ ആ ഒരു ചിന്തയിൽ ഉദിച്ച ഒരു രാമായണത്തിന്റെ ആ മഹാ സംഗീതം അത് കേരളത്തെ മുഴുവനും ചലനാത്മകമായിട്ട്, കേരളീയ സമൂഹത്തെ മുഴുവനും ഊർജ്ജസ്വലമാക്കാനായിട്ട് പ്രേരണയായി. അതുപോലെ തന്നെ ഈ 19-ാം നൂറ്റാണ്ടിലെ ജാതി വ്യവസ്ഥയുടെ പരിണതഫലമായിട്ട് കേരളത്തിലുടനീളം ഒരു നവോത്ഥാന മുന്നേറ്റം ഉണ്ടായി. അതും ഇതിന്റെ ഭാഗമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നവോത്ഥാന മുന്നേറ്റത്തെ കുറിച്ച് സതീശേട്ടൻ പറഞ്ഞല്ലോ. സനാതനധർമ്മത്തിന് ഏതൊരു സമയത്തും സ്വയം പ്രതികരിക്കാനുള്ള അല്ലെങ്കിൽ സ്വയം നിലനിൽക്കാനുള്ള ഒരു ശക്തിയുണ്ട് എന്ന് കാണിച്ചുകൊണ്ടാണല്ലോ നവോത്ഥാന നായകന്മാരും നവോത്ഥാന മുന്നേറ്റവും ഇവിടെ ഉണ്ടായത്. അപ്പോ ആ ഒരു നവോത്ഥാന പ്രസ്ഥാനങ്ങളെ കുറിച്ചും അതിന് സാരഥ്യം വഹിച്ച ആചാര്യന്മാരെ കുറിച്ചും ഒന്ന് പരീക്ഷാർത്ഥികൾക്ക് വേണ്ടി പങ്കുവയ്ക്കാമോ? കേരളത്തിലെ നവോത്ഥാന മുന്നേറ്റത്തെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് ചരിത്രങ്ങളുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ശങ്കരാചാര്യരുടെ ഒരു നവോത്ഥാന മുന്നേറ്റം തന്നെയാണ്, എഴുത്തച്ഛന്റെ ഒരു നവോത്ഥാന മുന്നേറ്റം. അതുപോലെ പല കാലങ്ങളിൽ അതാത് കാലഘട്ടത്തിന് അനുസൃതമായിട്ടുള്ള നവോത്ഥാന മുന്നേറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാ സമൂഹത്തിലും, ഭാരതീയ സമൂഹത്തിലെ ഉടനീളം എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. ഈ 18-19 നൂറ്റാണ്ടിലെ ജാതി ഭ്രാന്തിന്റെ പരിണതഫലമായിട്ട് കേരളത്തിൽ വന്നിട്ടുള്ള സാമൂഹിക നവോത്ഥാന പ്രസ്ഥാനങ്ങൾ, അത് നമുക്കറിയാം, ആ ഭാരതീയ സംസ്കാരത്തിൽ നിന്ന് ആർജവം ഉൾക്കൊണ്ടുകൊണ്ട്, ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് ആ ഭാരതീയ സംസ്കാരത്തിന്റെ അന്തർധാര പൂർണ്ണമായിട്ടും മനസ്സിലാക്കിയ ആചാര്യന്മാരാണ് അതിന് നേതൃത്വം നൽകിയിട്ടുള്ളത്. നമുക്കറിയാം, ഒരേ കാലഘട്ടത്തിൽ ജീവിച്ച ചട്ടമ്പി സ്വാമികള്, ശ്രീനാരായണ ഗുരുദേവൻ, ഒരു വർഷത്തെ വ്യത്യാസമുള്ളൂ. 1853-54 രണ്ട് അടുത്തടുത്ത വർഷങ്ങളിൽ ജനിച്ച ചട്ടമ്പി സ്വാമികളും ശ്രീനാരായണ ഗുരുദേവനും അവര് ഒരുമിച്ചാണ് ഈ സാമൂഹിക നവോത്ഥാന പ്രസ്ഥാനങ്ങൾക്ക് ഒരു തുടക്കം കുറിച്ചത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഡോക്ടർ പൽപ്പു വിവേകാനന്ദനെ സമീപിച്ച സമയത്ത് കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചു. അതേസമയം വിവേകാനന്ദ സ്വാമികൾ അതോടൊപ്പം തന്നെ ഒരു ഉപദേശവും നൽകി. അതിന് നിങ്ങൾക്ക് പരിഹാരമായിട്ട് ഈ കേരളത്തിലെ ജാതി വ്യവസ്ഥയ്ക്ക് എതിരായിട്ട് ശക്തമായിട്ടൊരു മുന്നേറ്റം ഉണ്ടാക്കണമെങ്കിൽ ഒരു ആധ്യാത്മിക ആചാര്യനെ കണ്ടെത്തി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നമുക്ക് ഒരു പ്രവർത്തനം ആരംഭിച്ചാൽ തീർച്ചയായിട്ടും ഫലപ്രദമാവും. അങ്ങനെയാണ് ഡോക്ടർ പൽപ്പു മരുത്വാമലയിൽ തപസ് ചെയ്ത ശ്രീനാരായണ ഗുരുദേവനെ കാണുന്നതും അതിനുശേഷം ആ ശ്രീനാരായണ ഗുരുദേവന്റെ നേതൃത്വത്തിൽ നടന്ന സാമൂഹ്യ നവോത്ഥാന മുന്നേറ്റവും. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു സാമൂഹ്യ മുന്നേറ്റത്തിന്റെ അടിത്തറ എല്ലാം ഭാരതീയമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഭാരതീയ സംസ്കാരത്തിൽ നിന്നാണ് അദ്ദേഹം ഊർജം ഉൾക്കൊണ്ടിട്ടുള്ളത്. ശ്രീശങ്കരന്റെ ഏത് ദർശനമാണോ അത് തന്നെയാണ് നമ്മുടെയും ദർശനം എന്നാണ് ശ്രീനാരായണ ഗുരുദേവൻ എപ്പോഴും പറയാറുള്ളത്. അത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ കൃതികള്, അദ്ദേഹത്തിന്റെ പ്രവർത്തികള്, ഇതെല്ലാം ഭാരതീയ സംസ്കാരത്തിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ടുകൊണ്ടാണ്. അദ്ദേഹത്തിന്റെ ശിവപ്രതിഷ്ഠകൾ അല്ലെങ്കിൽ മറ്റു പ്രതിഷ്ഠകള്, ക്ഷേത്ര പ്രതിഷ്ഠകള്, അതല്ലെങ്കിൽ അദ്ദേഹം സ്ഥാപിച്ച വിദ്യാലയങ്ങള്, അതിൽ പഠിപ്പിക്കുന്ന രീതി, അപ്പൊ ആ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ കാതല്, ഇതെല്ലാം ഭാരതീയ ദർശനങ്ങളിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ്. അതുപോലെ തന്നെയായിരുന്നു ചട്ടമ്പി സ്വാമികൾ കുറച്ചും കൂടി സമുദായ പരിഷ്കരണത്തിൽ മാത്രമല്ല, അദ്ദേഹത്തിന്റെ വേറെ കുറച്ചും കൂടി ഒരു വൈജ്ഞാനിക തലത്തിലായിരുന്നു കൂടുതൽ പ്രവർത്തനം ഉണ്ടായിരുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെയും ഒരു ദർശനത്തിന്റെ അടിസ്ഥാനം, അതുപോലെ സാമൂഹിക പരിഷ്കരണത്തിന്റെ ആ ത്വര
അദ്ദേഹത്തിനും പ്രകടമായിരുന്നു. പലപ്പോഴും ചട്ടമ്പി സ്വാമികളും ശ്രീനാരായണ ഗുരുദേവനും ഒരുമിച്ച് ആലോചിച്ചിട്ടാണ് പല മുന്നേറ്റങ്ങളും നടത്തിയിട്ടുള്ളത്. മാത്രമല്ല, ചട്ടമ്പി സ്വാമികൾ നായർ സമുദായത്തിൽ വളരെ ശക്തമായിട്ട് സ്വാധീനം ഉണ്ടായിരുന്ന ആചാര്യനാണ്. അദ്ദേഹം സമുദായത്തിലെ പല പ്രമാണിമാരെയും ഈ ശ്രീനാരായണ ഗുരുദേവന്റെ പ്രസ്ഥാനം ആരംഭിച്ച സമയത്ത് ആ പ്രസ്ഥാനങ്ങളിൽ ഭാഗഭാക്കായിട്ട് അതിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാ സമൂഹത്തിലും പരിഷ്കരണം, നായർ സമുദായത്തിലും ഒരു പരിഷ്കരണ പ്രവർത്തനം ആരംഭിക്കണം എന്ന് പലപ്പോഴും ഉദ്ബോധിപ്പിക്കാറുണ്ടായിരുന്നു മന്നത്ത് പത്മനാഭനെ പോലുള്ള ആൾക്കാരെ. അതിന്റെ ഫലമായിട്ട് മന്നത്ത് പത്മനാഭൻ ശ്രീനാരായണ ഗുരുദേവന്റെ SNDP യോഗത്തിന്റെ മീറ്റിങ്ങുകളിൽ പലപ്പോഴും പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ നമുക്കറിയാം വൈക്കം സത്യാഗ്രഹത്തിന്റെ വളരെ ഊർജ്ജസ്വലമായിട്ട് SNDPയുടെ ഉന്നത നേതാവായിട്ടുള്ള TK മാധവനാണ് വൈക്കം സത്യാഗ്രഹത്തിന് ഏറ്റവും ശക്തമായിട്ടുള്ള നേതൃത്വം നൽകിയത്. അതോടൊപ്പം തന്നെ മന്നത്ത് പത്മനാഭനെ പോലുള്ള ആൾക്കാരും സവർണ പ്രമാണിമാരും ഈ മുന്നേറ്റത്തിന് കാരണമായിട്ട്, അതായത് അവർണന്മാർക്ക് ക്ഷേത്രനിരത്തിലൂടെ പ്രവേശനം അനുവദിക്കണം എന്നുള്ള ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് വൈക്കം സത്യാഗ്രഹം നടന്നു. അപ്പൊ അതിലെല്ലാം കാരണമായിട്ടുള്ളത് ഈ ഹൈന്ദവ ധാരയെ മുൻനിർത്തി പ്രവർത്തിക്കുന്ന ആചാര്യന്മാരായിരുന്നു. അതുപോലെ തന്നെ ഈ നായർ സമുദായത്തിലും ഈഴവ സമുദായത്തിലും മാത്രമല്ല, മറ്റെല്ലാ സമൂഹങ്ങളിലും ആചാര്യന്മാരുടെ നേതൃത്വത്തിൽ അവരൊരുപക്ഷെ സന്യാസിമാരാവാം, പക്ഷെ സന്യാസിമാരല്ലാത്തവരാവാം. നല്ലൊരു ഭാഗം സന്യാസിമാരല്ലെങ്കിൽ പോലും അവർക്ക് ആത്മീയമായിട്ടുള്ള ആ ഒരു ഊർജം കിട്ടിയിട്ടുള്ളത് ഭാരതീയ സംസ്കാരത്തിൽ നിന്നാണ്. മഹാത്മാ അയ്യങ്കാളി അദ്ദേഹം എന്തെല്ലാം പ്രലോഭനങ്ങൾ വന്നിട്ടും മതം മാറാനൊന്നും തയ്യാറായില്ല. ഹൈന്ദവ ധർമ്മത്തിൽ അടിയുറച്ച്, ഹൈന്ദവ വിശ്വാസത്തിൽ അടിയുറച്ച് ആ പുലയ സമുദായത്തിൽ, പ്രത്യേകിച്ച് ദൃഷ്ടിയിൽപ്പെട്ടാലും കണ്ടുകൂടാത്തവർ എന്നുള്ള പറഞ്ഞിരുന്ന ആ പുലയ സമുദായത്തിന്റെ ഇടയിൽ പ്രത്യേകിച്ച് ഒരു വലിയ സാമൂഹ്യ മുന്നേറ്റം, അവരുടെ ഉള്ളിലുള്ള സാമൂഹ്യ മുന്നേറ്റവും അതുപോലെ അവർക്ക് തുല്യമായിട്ടുള്ള അർഹമായിട്ടുള്ള അവകാശങ്ങൾ, വിദ്യാഭ്യാസം മുന്നേറ്റം ഉണ്ടാക്കാനായിട്ടുള്ള അവകാശങ്ങൾക്ക് വേണ്ടി അദ്ദേഹം അക്ഷീണം പരിശ്രമിച്ചു. അപ്പൊ അദ്ദേഹത്തിന്റെ എല്ലാം പ്രവർത്തന ഫലമായിട്ട്, അതിന്റെ എല്ലാം പരിണത ഫലമായിട്ടായിരുന്നു കേരളത്തിന്റെ നവോത്ഥാന മുന്നേറ്റം. ഈ അയ്യങ്കാളിയാണെങ്കിലും ശ്രീനാരായണ ഗുരുദേവനിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ട്, ശ്രീനാരായണ ഗുരുദേവന്റെ പ്രവർത്തനത്തിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് സംഘടന കൊണ്ട് ശക്തരാവാൻ ഉള്ള ആഹ്വാനം ചെവിക്കൊണ്ടാണ് ഈ പുലയ സമുദായത്തിന്റെ ഇടയിൽ സാധുജന പരിപാലന സംഘം പോലുള്ള ഒരു സംഘടന രൂപീകരിച്ച് ആ സംഘടന കൊണ്ട് ഊർജ്ജസ്വലമാക്കാൻ ശ്രമിച്ചത്. അതുപോലെ ധീവര സമുദായത്തിന്റെ ഇടയിൽ പണ്ഡിറ്റ് കറുപ്പനെ പോലുള്ള ആചാര്യന്മാർ, അദ്ദേഹത്തിന്റെ ആന്തരികമായിട്ടുള്ള ചോദന തന്നെ സംസ്കൃതത്തിന്റെ ഇതാണ്. സംസ്കൃത പഠനത്തിലൂടെയാണ് അദ്ദേഹം ആ ഒരു ഊർജം സമ്പാദിച്ചത്. അദ്ദേഹം കൊടുങ്ങല്ലൂർ ഗുരുകുലത്തിലെ വിദ്യാർത്ഥിയായിരുന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ജാതിക്കുമ്മി എന്നുള്ള കൃതി രൂപം കൊള്ളുന്നത്. അതുപോലെ സംസ്കൃതത്തില് വളരെ ഉന്നതനായിട്ടുള്ള ഒരു പണ്ഡിതനായിരുന്നു അദ്ദേഹം. സംസ്കൃത അധ്യാപകൻ തന്നെയായിരുന്നു, ആചാര്യനായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ധീവര സമുദായത്തിന്റെ ഇടയിലും ഇതേപോലെ സമുദായ പരിഷ്കരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. അപ്പൊ ഇതിന്റെ എല്ലാം പരിണത ഫലമായിട്ട് ഈ ഹിന്ദു ധാരയിലുള്ള എല്ലാവരിലും ഒരു ഊർജ്ജസ്വലത കൈവരുത്താനായിട്ട് സാധിച്ചു. എല്ലാ സമുദായത്തിലും, ഇപ്പൊ ഈഴവ സമുദായത്തില്, നായർ സമുദായത്തില്, ധീവര സമുദായത്തില്, പുലയ സമുദായത്തില്, അതുപോലെ പറയ സമുദായത്തിൽ പോലും ഇത്തരം മുന്നേറ്റങ്ങൾ ഓരോ സമുദായത്തിലും, കേരളത്തിലെ ഓരോരോ സമുദായങ്ങളിലും ഇത്തരം മുന്നേറ്റങ്ങൾ ഈ ശ്രീനാരായണ ഗുരുദേവന്റെ ആ ഒരു മുന്നേറ്റ പ്രസ്ഥാനം ആരംഭിച്ചതിന് ശേഷം അതിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. നമ്പൂതിരിമാർക്ക്, സവർണരായിട്ടുള്ള നമ്പൂതിരിമാർക്കിടയിൽ പോലും ആ ഒരു മുന്നേറ്റം VT ഭട്ടതിരിപ്പാടിന്റെയൊക്കെ നേതൃത്വത്തില് ഉണ്ണി നമ്പൂതിരി പ്രസ്ഥാനം അതിനുശേഷം യോഗക്ഷേമ സഭയായിട്ട് മാറി. അവിടെ നമ്പൂതിരിമാർക്ക് ഇപ്പൊ ജാതിയുടെ വളരെയധികം ഏറ്റക്കുറച്ചിലൊക്കെ ഓരോ ജാതി, പല ജാതികൾ തമ്മിലല്ല, ഓരോ ജാതിയുടെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്പൂതിരിമാരുടെ ഇടയിൽ പോലും ഒരുപാട് അനാചാരങ്ങളുണ്ട്. സ്ത്രീകൾക്ക് പലപ്പോഴും അവകാശം ഉണ്ടായിരുന്നില്ല. സ്ത്രീകൾ അന്തർജനങ്ങളായിട്ട് വീട്ടിൽ ഒതുങ്ങിക്കൂടുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. അതുപോലെ പല കാര്യങ്ങളും അനാചാരങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ആ അനാചാരങ്ങളും പരിഷ്കരിക്കാൻ വേണ്ടിയിട്ട് ഈ യോഗക്ഷേമ സഭയുടെ അല്ലെങ്കിൽ VT ഭട്ടതിരിപ്പാടിന്റെയൊക്കെ നേതൃത്വത്തിൽ ഊർജ്ജസ്വലമായിട്ട് അവിടെ പരിഷ്കരണ പ്രവർത്തനങ്ങളുണ്ട്. അതുപോലെ തന്നെ മറ്റു സമുദായങ്ങളിലും അവരുടെ സമുദായത്തിന്റെ ഉള്ളിൽ തന്നെ ഒരുപാട് അസമത്വങ്ങളും അതുമാത്രമല്ല അനാചാരങ്ങളും കുറെ അന്ധവിശ്വാസങ്ങളും എല്ലാം കൂടിക്കൊണ്ടിരുന്നു. ആ അന്ധവിശ്വാസങ്ങളെ, അനാചാരങ്ങളെ എല്ലാം മാറ്റിമറിക്കുന്ന അതാത് കാലഘട്ടത്തിൽ ഉദയം കൊണ്ട ഈ നവോത്ഥാന നായകന്മാരുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് വളരെയധികം സാധിച്ചിട്ടുണ്ട്. അങ്ങനെ ആ ഒരു നവോത്ഥാന മുന്നേറ്റത്തിന്റെ പരിണത ഫലമാണ് ഇന്ന് കേരളം കൈവരിച്ച
സാമൂഹ്യ പുരോഗതി എന്ന് നമുക്ക് കാണാൻ സാധിക്കും.